ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ എൻ്റെ ചേട്ടത്തിയുടെ വയറ്റ് പൊങ്കാലയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവളുടെ വയറ്റ് പൊങ്കാല ചടങ്ങാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ചിറങ്കിഴ പോകണം. രാവിലെ നല്ല വെയിലും ചൂടുമൊക്കെ ആയിരുന്നു. മേക്കപ്പ് ഇട്ടൊക്കെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ആണെങ്കിൽ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും സമയം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ക്യൂടെക്സ് ഇടാൻ സമയം കിട്ടിയില്ല കൂട്ടുകാരെ. അങ്ങനെ ഞാൻ ക്യൂടെക്സ് ഒക്കെ എടുത്ത് വണ്ടി വെച്ച് അങ്ങനെ വണ്ടിക്കകത്ത് പകുതി ഒരുക്കങ്ങളൊക്കെ വണ്ടിക്കകത്തിരുതായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്ന് ഓർമ്മ വന്നു. പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് അല്ലെങ്കിൽ കല്ലമ്പലത്ത് നമുക്ക് പെറ്റിയടിക്കും. അങ്ങനെ ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിറയൻകീഴാണ് ഇവരുടെ വീട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യൂടെക്സിൽ ധ്യാനൂസ് ഫോൺ വാങ്ങി ബാക്കി വെച്ചിട്ട് അവൻ്റെ ക്യാമറ കണ്ടുകൊണ്ട് ഇത് കാണട്ടെ, ആൾക്കാരെല്ലാം കാണട്ടെ എന്നും കൊണ്ട് എടുത്തിരിക്കുന്ന വീഡിയോ. പക്ഷേ വീഡിയോ കൊള്ളാതുകൊണ്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ അതിന് കൂടെ. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം 28 തീയതിയാണ്, 28 ഏപ്രിലാണ്. അപ്പോൾ ഇന്ന് അവളുടെ ചടങ്ങാണ്. വളക്കാപ്പിലുള്ള വളകൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിള്ളേരെല്ലാം പറക്കി റൂമിനകത്തിട്ടിട്ട് അവിടെ ഫാൻ ഇട്ടോടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു പൊങ്കാല ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അതിന് ശേഷം കുറേ ഫോട്ടോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ചേട്ടൻ ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറയായിട്ട് രാവിലെ വരണമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഞങ്ങളവിടെ എത്തിയ 10 മണിയായി. അങ്ങനെ നമ്മുടെ കുട്ടി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ രാവിലെ പൊങ്കാലയ്ക്കുള്ള ഫോട്ടോസ് നമ്മളില്ല. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അവർ സ്വയം കണ്ടുപിടിച്ചെത്തി സ്വയം ഒരു എല്ലാ പിള്ളേരോടും നമ്മുടെ അതിനകത്തുള്ള ഫാമിലിയുള്ള എല്ലാ പിള്ളേരോടും ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. അവരിന്ന് രാത്രി പണിയാണിതെല്ലാം. എന്തായാലും എല്ലാം നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങളിന്ന് രാവിലെയാണ് പോയി, എന്തായാലും പോയിട്ടില്ല. ആ വളക്കാപ്പിനുള്ള ചടങ്ങ് വളയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ആൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വരാനായിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. കൂടുതലും ഇതിനകത്ത് ബന്ധുക്കൾ തന്നെയാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമില്ല. ഇവരുടെ നമ്മുടെ ഫാമിലി തന്നെ എല്ലാം ചേരുമ്പോൾ തന്നെ ഒരു വലിയൊരു ഫാമിലി. പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനകത്ത് തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. അങ്ങനെ ഓരോരോ ഫാമിലീസായിട്ടായിട്ട് അവർ രണ്ടുപേരെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇന്ന് നമ്മുടെ ഫാമിലി നിൽക്കുകയാണ്, നമ്മളുടെ അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ക്യാമറാമാൻ നിഷാദിനോടൊപ്പം യൂട്യൂബർ ആര്യാണ് സംസാരിക്കുന്നത് കേസ്. അപ്പോൾ ഓരോരോ ഫാമിലീസ് മാറി മാറി നിൽക്കുകയാണ്. അതിനിടയിൽ കൂടെ നമ്മുടെ കുട്ടികളുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളും അവർക്കും ഞങ്ങളകത്തുനിന്ന് എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ. പാട്ട് വരുന്നതുകൊണ്ട് ഞാൻ എല്ലാത്തിനും വോയിസ് ഓവർ കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ഫാമിലീസൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ആൾക്കാർ ഡെക്കറേഷനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ വീട്ടിൽ നിന്നുള്ള ഫാമിലീസാണ്. ഇതാണ് നമ്മുടെ ചിറയൻകീഴത്ത് തുഷാര ഫാമിലി എന്നറിയപ്പെടുന്ന ഫാമിലി. ഇത് അത്രയും എല്ലാം വന്നിട്ടില്ല, അതിനകത്ത് കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഉപ്പ് മഞ്ഞളും അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇഞ്ചി അങ്ങനെ എന്തൊക്കെയോ കുറേ ചടങ്ങുകൾ പല സ്ഥലത്തും പല രീതിയിലാണുള്ള ചടങ്ങുകൾ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ പലഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊങ്കാലച്ചോറ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞെ കൊടുക്കൊണ്ട് കഴിഞ്ഞ് രണ്ടമ്മമാരും കൊടുത്തു കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാബുചേട്ടൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ചേച്ചി നാത്തൂനാണ് കേട്ടോ. നാത്തൂനും അമ്മമാരും നാത്തൂൻ കൊടുത്തിട്ടാണ് ഞങ്ങളെല്ലാവരും കൊടുത്തേക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പം എല്ലാത്തിനും വാ പറഞ്ഞ് ഞാൻ തിന്നണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും തിന്നേ പറ്റുന്നു, രണ്ടും കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി കൊടുക്കുകയാണ് എല്ലാവരും കൂടെ. അങ്ങനെ പെട്ടെന്ന് വീഡിയോസൊക്കെ ഒന്ന് ഓട്ടിച്ച് വിടാമെന്നുള്ളേ ഉള്ളൂ. കാരണം എല്ലാം കൂടെ ഇടുകയാണെങ്കിൽ വലിയ വീഡിയോ ആവും. അതുകൊണ്ട് വീഡിയോസ് എല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ചോടിച്ചിട്ടുണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വലിയപ്പ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കൊടുത്തത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അടുത്ത ഒരു കഥാപാത്രമായി ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഞ്ഞൾ തൊട്ടിടലേടി കുഴപ്പമില്ല, അപ്പം ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തോളൂ. ഇങ്ങനെയൊക്കെ ഞാൻ തോന്നി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം വളയുണ്ട്. അപ്പം ഞാൻ കറക്റ്റ് മാച്ച് ചെയ്യണം. ചുവന്ന വളയൊക്കെ എടുത്തിട്ട് കൊടുത്തു. ഇത് ചേട്ടത്തിയാണ് കേട്ടോ. പറഞ്ഞു വരുമ്പോൾ ചേട്ടത്തിയാണെങ്കിലും എന്നേക്കാളും ഇളയതാണ്, കൊച്ചാണുള്ളത്. മുറപ്രകാരം ചേട്ടത്തിയാണെങ്കിലും എന്നേക്കാളും ഒക്കെ ഇളയതാണ് ആൾ. അപ്പോൾ ക്യാമറാമാൻ നിഷാദ് അവർക്കുള്ള ഫോട്ടോ പല പോസുകളെല്ലാം നെറ്റിലൊക്കെ നോക്കി ഓരോരോ മോഡൽസും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുകയാണ്. അങ്ങനെ ഏതൊക്കെ വീഡിയോ എടുത്തിട്ട് എന്നെ കൊണ്ടുപോയി ചെയ്യിച്ചാണ് ഞങ്ങൾ. അപ്പോൾ ക്യാമറാമാൻ വിയർത്തൊലിച്ചിരിക്കുകയാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അഭിനയിക്കാൻ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൊണ്ട് കളഞ്ഞാൽ മതി, അഭിനയം കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. അപ്പം ഉമ്മ വെച്ചപ്പോഴത്തേക്കും എന്തൊരു ഉപ്പ് രസം. അവൾ മഞ്ഞളൊക്കെ മുഖത്തിട്ടേക്കുന്നതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മുഖത്ത് പറ്റുന്നതുകൊണ്ട് ഭയങ്കര ഗ്യാപ്പിട്ടൊക്കെയാണ്. നീ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം കുളമാക്കി കേസ്. നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ കുറച്ച് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ. അപ്പോൾ സദ്യ ആയിരുന്നു. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു സദ്യയൊക്കെ. പായസമൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങളെല്ലാവരും ലാസ്റ്റ് പന്തിക്കിരിക്കുകയാണ്. നല്ല ചൂട് കാരണം നമ്മളെല്ലാവരും ടയർഡായി. കാരണം എല്ലാവർക്കും സാരിയൊക്കെ കൊടുത്ത് വന്നുകൊണ്ട് ഭയങ്കര
ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പൂട്ട അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ച് പറയുന്നത്. അമ്പൂട്ടൊരു ഡാൻസ് ഒക്കെ ഉണ്ട്. അവന് ഡാൻസ് ഇന്നലെ പ്രാക്ടീസ് വെച്ചിരുന്നതാണ്. അപ്പോൾ അവൻ്റെ ഡാൻസ് എടുക്കായിരുന്ന മോശമല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോകാൻ വേണ്ടിയാണ്. കൊട്ടാരക്കരയാണ് വീട്. അപ്പോൾ അമ്മൂസിനിതാ എല്ലാം സാരി തുമ്പിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുമല്ലോ, അങ്ങനെയൊക്കെ എന്തൊക്കെ ചടങ്ങുണ്ട് അതൊക്കെ ആയിട്ട് പോകണേ. അപ്പോൾ എതിപ്പ് വരികയാണ് വായിച്ചേട്ടൻ. എതിപ്പ് വരാൻ ആരെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എതിപ്പ് വരികയാണ്. അങ്ങനെ അവരെ നമ്മൾ യാത്ര പറഞ്ഞ് വിടുകയാണ് കൂട്ടുകാരെ. ഇനി അവൾ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അത് ഇവിടെ നിന്ന് തന്നെയാണ് അവൾ ഡെലിവറിയും കാര്യത്തിനൊക്കെ പോകുന്നതൊക്കെ ജോലിയുണ്ട്. അപ്പം ചടങ്ങ് പോലെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അപ്പം മാമൻ അവളെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ ടാറ്റാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ചിക്കൻ്റെ കല്യാണമായല്ലോ. അപ്പം കുറച്ച് ബ്ലൗസൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചോണ്ട് വന്നതാണ്. കാരണം ഭയങ്കര വെയിലും ചൂടും ഉണ്ട്. അപ്പം മാറി മാറി ഓടിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അത് തയ്ക്കാനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ രാത്രിയായി വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു പുട്ടുകടയുണ്ട് കേട്ടോ. അവിടെ കയറി ഒരു പുട്ടും ബീഫും കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറി. പക്ഷെ ഭയങ്കര ചൂടായ കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്